തന്റെ വീട്ടുകാരുണ്ട് ഇവിടെ കാണുന്നുണ്ടാവില്ല. 10 വഴി എല്ലാം ഡൽഹിയിരിക്കുക, ഇവിടെ ഒന്നും ഇരിക്കുമല്ലോ 10 വഴിക്കതല്ല. അത് അവരെ കാണണമെന്ന് പറയാൻ ആര് കൊടുത്തി അധികാരം? വിളിച്ചോ വസ്തു കാണണമെന്ന് പറയുന്നതിന് ആരാ? മലപ്പുറത്ത് പോയി അവന്റെ ബന്ധുക്കളെ വസ്തു എഴുതുന്നത് കണ്ടത്. ഇങ്ങോട്ട് കടയപ്പടിക്കാതെ വസ്തു എഴുതുന്ന പിടിക്കുന്നത് നീ നോക്കണ്ട. കല്യാണൊന്നും ഇങ്ങോട്ട് കളി നോക്കണ്ട. കല്യാണം കണ്ടവരും മലപ്പുറത്തേക്ക് ഇവിടെ കാണാൻ വരണ്ട. പിന്നെ ഇത്രയൊക്കെ നമ്മുടെ ഉപദ്രവിച്ചാണെങ്കിലും അവനിപ്പോ നടക്കാൻ വഴി കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ മറ്റവര് കൊടുത്തതിനെക്കാട്ടിലും ഇച്ചിരി രീതി ഞാനാ കൊടുത്തേക്കുന്നത്. അവിടെ കിഴക്കവെച്ചെല്ലാം കൊടുത്തെല്ലാം വെച്ചുകെട്ടി മതിൽ കെട്ടി വെച്ചിട്ടുണ്ട് പ്രധാനമന്ത്രിക്കാര്. വീതി അങ്ങേയറ്റത്ത് വീതി തന്നെ കയറ്റിയിട്ടത്. അങ്ങനെയൊന്നും വീതിയുള്ള കാര്യമില്ലായിരുന്നു. വീതിയെല്ലാം ഇട്ട് കൊടുത്തത് പ്രധാനമന്ത്രിക്കാർ കയറ്റിയിട്ട് മതിൽ കെട്ടി വെച്ചിട്ടുണ്ട്. അത് കുറച്ചിന് അളവൊക്കെ ഉള്ളതാ. ചുമ്മാ വസ്തുവായിരിക്കും. കുറച്ചിന് അളവുള്ളതാ ദൂരി കെട്ടി കെട്ടി വെക്കാന്. അളവില്ലാതെ വന്നായിരുന്നു ഇവിടെ റീസർവേ. അല്ല റീസർവേ കൊണ്ടേ കഴിഞ്ഞതാ. അതിനൊക്കെ നമ്മള് വാങ്ങിച്ചത് ഞാൻ വാങ്ങിയ 10 സെന്റ്, നീ വാങ്ങിയ 7 സെന്റ്, 17 സെന്റ്. 17 സെന്റ് അവിടെ കാണണം. വഴി കൂടെ കൂട്ടി വഴിയും കൂടെ കൂട്ടി 17 സെന്റ് അവിടെ കാണണം. വഴിയുടെ കൂട്ടിയ 17 സെന്റ്. വഴി കൂട്ടാൻ കാണണം. നമ്മളുടെ എഴുതി കൊടുത്തു. ആർക്കും വാങ്ങിയ വഴിയാ സ്ഥലമാണ്. അതല്ല ആർക്കും വഴി മുന്നിൽ വരാൻ പറ്റത്തില്ല. മര്യാദയ്ക്ക് പോയാൽ മതി. അതായത് പഞ്ചായത്തിനോടും ഒന്നുമല്ല. നമ്മള് കരം കൊടുക്കുന്നതാ വഴി. ഇപ്പോഴും കരം കൊടുക്കുന്ന വസ്തുവാ. ഇതേ ചുമ്മാ കിട്ടിയ വസ്തുവല്ല. എഴുതിയൊന്നും കൊടുത്തതല്ല. വാങ്ങിയ വസ്തുവാ. ഇവൻ വള്ളത്തേനെ കുറിച്ച് അവരോട് ഞാൻ കേസ് പറഞ്ഞ് വാങ്ങിച്ചതാ. ചുമ്മാ കിട്ടിയ വസ്തുവല്ല. ഇനി ജഡ്ജി വരെ ഇറങ്ങായി വസ്തു വാങ്ങിച്ചത്. എന്റെ തന്നെയല്ല വേറെ അവനിത് മര്യാദയ്ക്ക് നടന്നു പോകുന്നെങ്കിൽ അത്രയും മാത്രം. അതിനപ്പുറമൊന്നുമില്ല. അവരുടെ വലിയ ആൾക്കാർ കൊടുത്തിട്ട് അത്രയും കൊടുക്കണ്ടെന്ന് പറഞ്ഞാൽ എന്താ കൊടുത്തു? എന്താ വഴി ഇവിടെ കൊടുത്തേക്കുന്നത്? ഇവിടെ നമ്മുടെ കിഴക്കപ്പുറം വഴി കൊടുത്തേക്കുന്നത് വഴി വേണമെങ്കിൽ പ്രധാനമന്ത്രിക്കാർക്ക് ഇഷ്ടപോലെ വസ്തു കിടപ്പുണ്ട്. വാങ്ങിക്കേണ്ട വില കൊടുത്ത്. ഇവിടുത്തെ ഒന്നും മേടിക്കാൻ വേണ്ട. ഇവിടുത്തെ ഒന്നും കിട്ടുമെന്ന് വിചാരിക്കേണ്ട അവരവര്. അല്ല അവരെല്ലാം ഒന്നില്ലേ കൊടുത്തിട്ട് അതല്ലേ കൊടുക്കട്ടെ. അയ്യോ കാറിന്റെ അളക്കത്തല്ലേ എടുത്തത്. നല്ല ബന്ധമാണല്ലോ. എന്താ പിന്നെ വാങ്ങിച്ചാൽ ഇങ്ങോട്ട് കയറി കുത്തിപ്പിടിക്കുന്ന ഇവന്മാര്. അപ്പൊ ഇങ്ങോട്ട് ഒപ്പുവല്ലോ. കഴിക്കാതെ കൂട്ടി കുത്തിപ്പിടിച്ച പോലെ ഒപ്പുവെന്നാണ് ഇങ്ങോട്ട്. ഇപ്പൊ കഴിക്കാരെടുക്കുന്നത് വരാത്ത എന്താ അനവധിയില്ല. രാജ്യം വന്നാൽ പിന്നെ അനവധിയില്ല. ഒരു കണ്ടത്തിലേക്ക് ശരിയാക്കുന്നത്. പിന്നെ ത്യാഗാരം കഴിഞ്ഞെ പുറത്തുകൊണ്ട് എഴുന്നേറ്റ് നടന്നു. ആമക്കളും കൂടെ വന്ന് റെഡിയാക്കിയിടും. ആമക്കളും കൂടെ അത് ആമക്കളും കൂടി വന്നാലേ പിന്നെ പുറമെല്ലാം ചാടി കിടക്കും വഴിയില. അവൻ മുണ്ട് പൊക്കി നടക്കണ്ട. അന്നേരം മുണ്ട് പൊക്കാതെ എല്ലാം കൂടെ താഴോട്ട് പോയി ആ പിള്ളേരെ വന്നാല് അവൻ ഞാനിപ്പോ ഞാൻ മക്കളും കൂടെ വന്നാലേ മുണ്ട് തന്നെ പൊങ്ങി താഴെ പോകും. അതിന്റെ മുണ്ടുപൊക്കൊക്കെ മുണ്ടുപൊക്കം നോക്കാൻ പറ്റും. അതുകൊണ്ടേ ഉണ്ട്. രാജപ്പന്റെ മക്കൾ വന്നാലേ മുണ്ടുപൊക്കത്തില്ല. എന്റെ അടുത്തൊക്കെ മുണ്ട് പൊങ്ങത്തില്ല. ആരുടെ അടുത്തില് അത് കാശോട്ട് വാങ്ങിയ വസ്തുവാ. പേര് പറഞ്ഞ് വാങ്ങിയ വസ്തുവാ. അവന്റെ രോഗമാണ്. അവന്റെ രോഗമാണ്. അതാ മലപ്പുറത്തോടെ രോഗം. കാണിച്ച് നടക്കുന്നത് കേട്ട കിടുമ്പല്ല. മുണ്ടൊക്കെ കാണിക്കാൻ എന്നാണ് തെളിവ് പറയുന്നുള്ളൂ. തെളിവ് പറയുന്നുള്ളൂ. അതുപോലെ തെളിവ് പറയുന്ന ഒരു വീട്ടിലുണ്ടോ? തെളിവ് പറയാനും പൊക്കിയെടുത്തും വന്നതാ. സിംഗപ്പൂരികാരൻ പോയപ്പോ സിംഗപ്പൂരികാരൻ പിന്നെ ഉച്ചയ്ക്കൊന്നും പഠിച്ചിട്ടായിരുന്നായിരിക്കും. അവരെല്ലാരും കൂടെ അയാളെ വിചാരിച്ചു. സിംഗപ്പൂരിനെ എല്ലാരും കൂടെ ചാടിച്ചു. പിന്നെ ഇവക്കൊരു തെണ്ടി തന്നെ വരണമായിരുന്നല്ലോ. ഇവക്കൊരു തെണ്ടി ഇതുപോലത്തെ വരണമായിരുന്നല്ലോ. ഒരു കണിയാൻ തെണ്ടി.
നല്ലോ പറഞ്ഞിട്ടുണ്ട് ആളാ കഴിയാണ്ടെങ്കിൽ വന്നത് മര്യാദ ഉള്ളവനായി സിംഗപ്പൂരിലൊക്കെ പോയി കുടിക്കാറുണ്ട് നടന്നില്ല പോകേണ്ടി വന്നത് അതിനുള്ള വിധിയില്ലാതെ പോയി ഇനി എതിരെ കൂടെ ജീവിക്കണമെന്നായി ചെരുപ്പ് വാങ്ങിക്കാൻ പോയി എടുത്തോണ്ട് വന്നതാ ഇതുപോലെ കുറ്റത്തിനെയും പറഞ്ഞ് പുകയും നടക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുന്നത് ഞാൻ തിരുപ്പൂരുടെ അന്ന മൂന്ന് പട്ടിയാണെങ്കിലും കൊള്ളാം കൂട്ടാണെങ്കിലും കൊള്ളാം ഇങ്ങനെ കുറെ തെണ്ടികളുടെ വീട്ടിലിരിക്കുന്നത് ഇതുപോലെ പറഞ്ഞ ആളുകളുടെ വീട്ടിലെ ഇങ്ങനെ പട്ടി മുമ്പത്തുണ്ട് എന്നിട്ട് അവിടെ പട്ടിയെ വളർത്തി ഒരു മോട്ട് ഇവിടെ വന്നല്ലോ അവൻ ഇതുവരെ നോക്കിയിട്ടുണ്ടോ ഇത് ഇങ്ങനത്തെ കെട്ട കെടുമ്പുകൾ കെട്ട ചാറ്റിക്കൾ വളർത്തുന്ന പട്ടിയാണ് ഇങ്ങനെ പോകുന്നത് ചാറ്റിക്കൾ ഇങ്ങനെ പിശാചിക്കൾ വളർത്തുന്ന പട്ടികളാ പോകുന്നത് ഇവിടെ മാറൊക്കെ വീട്ടിന്റെ അവിടെ ചാറ്റിക്കൾ വരും അതിനെ കണ്ടോണ്ട് പോകും ആ പട്ടി കെട്ട കെടുമ്പുകളുടെ പട്ടിയാ പോകുന്നത് ഇങ്ങനെ കെട്ട കെടുമ്പുകൾ വളർത്തുന്ന പട്ടിയാ ഇങ്ങനെ പോകുന്നത് എങ്ങാണ്ട് കെട്ട കെടുമ്പല്ല അതിൻ്റെ അകത്ത് കിടന്ന് നോക്കുവാ ഇത് കഴിച്ചേക്കാറയാ ഇത് കഴിച്ചേക്കാറ പട്ടിയാ ഏത് കഴിക്കുന്നത് ഈ കഴിച്ചേക്കാറ പട്ടി ഈ മൂന്ന് ഈ ദുഷ്ടരുടെ വീടിന്റെ ചുറ്റിൽ ദുഷ്ടശക്തികൾ ഇങ്ങനെ വരും അതിനെ കണ്ടോണ്ട് പോകും ആ പട്ടി ദുഷ്ടന്മാരുടെ വീടിന്റെ മുന്നിൽ ചുറ്റിലും ഇങ്ങനെ ദുഷ്ടശക്തികളാ അതുകൊണ്ടാണ് ഇങ്ങനെ കടന്ന് പോകുന്നത് ദുഷ്ടന്മാരുടെ മനസ്സുള്ളവരുടെ എല്ലാം വീടുകളിൽ ഇങ്ങനെ ദുഷ്ടശക്തികൾ വന്നിങ്ങനെ ഇതാക്കുന്നതുകൊണ്ട് ഇങ്ങനെ പോകുക പട്ടി കിടന്ന് ചെണ്ടികളുടെ മോങ്ങല് കെട്ട എലുമ്പുകൾ താമസിക്കുന്ന വീട്ടിലാണ് ഇങ്ങനെ പോകുന്നത് അപ്പൊ എവിടുന്ന് കിട്ടിയതാ ഈ പട്ടിയെ പോകുന്നത് എന്ത് കിടക്കും കേക്കായി പോകുന്ന പറഞ്ഞ പട്ടി എന്തും കടന്ന് പോകുന്നതേന കെട്ട എലുമ്പ് എന്നിട്ട് പട്ടിക്ക് പോലും സ്റ്റാൻഡേർഡ് ഇല്ല ഒരുപാടൊക്കെ സ്റ്റാൻഡേർഡ് പട്ടിയാ കെട്ട പട്ടിയല്ല രാജ്യക്കൂടെയൊക്കെ ഉണ്ടോ വേറെങ്ങളൊക്കെ ഉണ്ടാവും കൊച്ചു പോകുന്നത് അങ്ങനെ ഉണ്ട് മുന്നേ വിളുമാരൊക്കെ പൊന്നി ഇതുപോലൊക്കെ ആക്കിയ ചാറ്റികളൊക്കെ വരികയെന്ന് തോന്നുന്നു വിളുമാരൊക്കെ വീട്ടില് എന്താ ഗതി കിട്ടാത്ത ചാറ്റികളൊക്കെ ചെല്ലുന്നുണ്ട് ഇവിടെയൊക്കെ വീട്ടിൽ ഇവിടെയൊക്കെ ഒത്തിരി എണ്ണത്തിന് വന്നു വരുത്തി ആ ചാറ്റികളൊക്കെ ചെല്ലുക ഇങ്ങനെ ചാറ്റികളൊക്കെ വട്ടമിട്ട് നടക്കുക ഇവിടെയൊക്കെ വീടിന്റെ ചുറ്റിലും അതാ ഈ പട്ടികൾ ഇങ്ങനെ പോകുന്നത് എന്തോ ഈ പട്ടികൾ ഇങ്ങനെ പോകുന്നതേക്കാം ചാറ്റികളെ കണ്ടോണ്ട് പോകും